ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനും ഔട്ടി മാത്രമേ ഉള്ളൂ. അച്ചാച്ചൻ ഒരു സ്ഥലം വരെ പോയി കൊണ്ടിട്ട് നമുക്കിന്നൊരു മാമോദീസ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് എല്ലാവർക്കും കൂടി പോകാനുള്ളൊരു സാഹചര്യം ഇല്ല. എൻ്റെ ഹെൽത്തൊക്കെ ഭയങ്കര മോശമാണ്. അപ്പോൾ അത് കാരണം ഞാനും ഔട്ടിയും പോയില്ല. ഇവിടെ പറഞ്ഞു അച്ചാച്ചൻ മാത്രമാണ് കേട്ടോ പോയേക്കുന്നത്. ഇപ്പോൾ അവിടെ എത്തിയെന്നാണ് പറഞ്ഞത്. 11 മണിക്കാണ് ഫങ്ഷൻ, അതായത് പള്ളിയിൽ. അതിനുശേഷം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും റിട്ടേൺ എത്തും. ഓക്കെ അല്ലേ അല്ലേ 11 മണിയാകുമ്പോഴത്തേക്കും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വരില്ലേ അച്ചാച്ചൻ? അച്ചാച്ചൻ എന്തിയെ തോപ്രാടിക്ക് പോയോ? അച്ചാച്ചൻ തോപ്രാങ്കുടിക്ക് പോയി എന്നാണ് ഔട്ടി പറയുന്നത്. കാരണം എപ്പോഴും അവിടോട്ടാണല്ലോ നമ്മൾ പോകാറുള്ളത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ. ഔട്ടിയാണെങ്കിൽ പതിവിലും നേരത്തെ എഴുതി ഇതെന്നെ വാങ്ങി വെക്കാതെ അതൊന്ന് കാണിച്ചു കൊടുത്തേ എല്ലാവരും. എന്നാ കാണിച്ചു കൊടുത്തേ? നൂർത്തി കാണിച്ചു കൊടുത്തേ. തിരിച്ചു പിടിച്ചേ, ഇങ്ങോട്ട് പിടിച്ച്, ഇപ്പുറത്തെ പിടിച്ച്. അച്ചാച്ചൻ്റെ ഫോട്ടോയാണ് കയ്യിലിരിക്കണല്ലേ? ആണോ? ഇതെന്നതാ ഔട്ടിയത്? ഇതെന്നതാ? അച്ചച്ചപ്പാട്ട അച്ചച്ചപ്പാട്ട അല്ലേ? ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിൽ നമ്മുടെ ഇൻട്രോയൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റോ പാവട്ടെ എണീറ്റിട്ടില്ല. എണീക്കുന്നതിന് ഇപ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ അവളിവിടെ ഉണ്ട് കേട്ടോ. പക്ഷേ ഈ വീഡിയോ എടുക്കുമ്പോൾ അവൾ എണീറ്റിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എന്താ പറയുക, അവൾ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നിലം തൊടാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ അമ്മയെത്തെ എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ നമുക്ക് പണിയൊന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് ഞാൻ അവൾ എണീക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ നോത്തോണ്ട് ആദ്യം തന്നെ മനസ്സമാധാനത്തോടെ ഒരു ഗ്ലാസ് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. രണ്ടുപേരും കൂടെ നിന്ന് ശീലിച്ചത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഒറ്റയ്ക്കാകുമ്പോൾ ഭയങ്കര ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. നമുക്ക് ഒച്ചയില്ലാനൊക്കില്ല. കുഞ്ഞിനാണെങ്കിൽ അതിനേക്കാളും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒറ്റയ്ക്കായി പോയി കഴിയുമ്പോൾ കേട്ടോ. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാൻ ആരുമില്ല. അല്ലെങ്കിൽ അടിയായിട്ട് വഴക്കായിട്ട് ഇടിയായിട്ടും ഒക്കെ ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. പക്ഷേ ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പം എന്നെ കൂടുതൽ ഒത്തിരി പറയാനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അത്. അപ്പോൾ രാവിലെ കാപ്പിക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം എന്നുള്ള ഇതിൽ ഞാനിവിടെ തേങ്ങ ചരണ്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു കാര്യം, എനിക്ക് എല്ലാ പണികളും ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. പക്ഷേ ഈ ഒരു തേങ്ങ ചരണ്ടുന്ന സംഭവം എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ് കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല. എനിക്ക് അപ്പം തന്നെ കൈയൊക്കെ വേദന എടുക്കാൻ തുടങ്ങും, കൈ കുഴയുന്നു, കാല് കുഴയുന്നു, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. ബാക്കി എന്ത് പണി ചെയ്താലും എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അപ്പം നമ്മുടെ ആശാത്തി എണീറ്റ് വന്നിട്ടുണ്ട്. അത് കാരണം അവളെയും കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ കറിക്കരിയുന്നത് കേട്ടോ. ഞാൻ ക്യാമറയും ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അവിടെ ഇവിടെയൊക്കെ നോക്കി അവളെന്തൊക്കെയോ വർത്താനം പറയുന്നുണ്ട്. അപ്പം അവൾ മടിയിലിരിക്കുവാണെങ്കിൽ പിന്നെ നമുക്കിത് ചെയ്യാൻ പറ്റത്തില്ല, ചെയ്യാനോട് സമ്മതിക്കത്തില്ല. കാരണം ഞാൻ പ്രത്യേകിച്ച് രാവിലെ എണീറ്റ് കുറച്ച് സമയത്തേക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടല്ലോ, അത് നമ്മുടെ തോളയിൽ നിന്ന് ഇറങ്ങത്തില്ലാത്തൊരു ഇത്. അപ്പം ഞാൻ ഉദ്ദേശിച്ച് എനിക്ക് എടുത്തുകൊണ്ട് നിൽക്കാൻ കാലുവേദനയൊക്കെ ആയതുകൊണ്ട് പറ്റത്തില്ല. അപ്പോൾ ഇരുന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. ഹലോ വന്നി ചേട്ടായി, ചേച്ചിയാണോ അത്? ചേട്ടായി അല്ലേ? അച്ചാച്ചൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ പാല് മേടിക്കാൻ ഞാൻ അവളെയും കൊണ്ടുപോകേണ്ടി വന്നു. അപ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് എനിക്ക് ഇവളെ നടത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ സമയം പോകും. അപ്പോൾ തിരിച്ച് അവൾ നടന്നോളും എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പ്രതീക്ഷയിൽ. ഞാൻ ഈ പണിക്ക് പോകത്തില്ലായിരുന്നു സത്യം പറഞ്ഞാൽ കേട്ടോ. പക്ഷേ തിരിച്ച് അവൾ എന്നെ പറ്റിച്ചു. അവൾ നടന്നില്ല കേട്ടോ. എനിക്ക് പണി തന്നു. ഞാൻ പാല്, കൊട, കുഞ്ഞ് എല്ലാം കൂടെ ആയിട്ട് ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ ഇല്ലം പിടിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ വരാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ പാൽപാത്രം എടുക്കുമ്പോഴേ അവൾ പറയും പാല് വെച്ചപ്പോൾ എന്ന് പറഞ്ഞിട്ടിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ പരിപാടികൾ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിവിടെ ഇങ്ങനെ വെളിയിൽ ഇറക്കി നിർത്തുവാണെങ്കിൽ അവളെ എടുക്കുമൊന്നും വേണ്ട കേട്ടോ. അവൾക്ക് ഇങ്ങനെ കളിച്ചുകൊണ്ട് നടക്കാൻ പ്രത്യേകിച്ച് ബോൾ നല്ല വില കൊടുത്ത് മേടിച്ചൊരു ബോളാണ് കേട്ടോ. എപ്പോഴും ബോൾ കണ്ടാലും ഭയങ്കര ഇഷ്ടമാണ്. എന്താ സംഗതി എന്ന് അറിയത്തില്ല, ബോളിനോടൊരു പ്രത്യേക ഒരു ഇത്. സാധാരണ ആമ്പിള്ളേർക്കല്ലേ ബോളിനോടൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഇത് എന്താണെന്നറിയില്ല, ഇതിന് ഭയങ്കര ഇഷ്ടമാണ് ബോൾ കേട്ടോ. അപ്പോൾ ഇതൊരു കടയിൽ കയറിയപ്പോൾ അതേപോലെ 250 300 റേറ്റ് വാങ്ങിച്ച സാധനമാണ്. ഇതില്ലാണ്ട് ആ കടയിൽ നിന്ന് ഇറങ്ങില്ല. പിന്നെ എന്താ ചെയ്യുക? പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു കളിപ്പാട്ടം അവൾക്ക് വാങ്ങിച്ച് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് സത്യം തന്നെ പോയി. അതുകൊണ്ട് വിചാരിച്ചു ഞാൻ ആ കളിപ്പാട്ടം ഇത് തന്നെ ആവട്ടെ എന്നോർത്തിട്ട് അത് മേടിച്ചു കൊടുത്താൽ. അപ്പോൾ അവളിങ്ങനെ ഇതുവഴി കളിച്ചുകൊണ്ട് നടക്കണം. അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് നമുക്ക് ഡേഞ്ചറായിട്ടുള്ള കാര്യമില്ല. ഈ ബോൾ ഈ കമ്പിയുടെ ഇടയിൽ കൂടെ പോകുന്നില്ല കേട്ടോ. പക്ഷെ താഴെ പക്ഷേ നമ്മുടെ പേടിക്കാനുള്ള സ്ഥലമാണ്. അവിടെ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ് കേട്ടോ. അപ്പം
ഉച്ചയ്ക്ക് നമ്മുടെ ഇച്ചിരി ചെറിയൊരു വെയിലുള്ളത് കൊണ്ട് നമ്മുടെ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാനായിട്ട്. അപ്പോൾ അവളിങ്ങനെ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാൻ നിർത്തിയാണ് ഞാൻ ചോറ് കൊടുക്കുന്നത് കേട്ടോ. എന്തെങ്കിലും കാര്യത്തിൽ ഭയങ്കരമായിട്ട് എൻഗേജ്ഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന അവൾ കഴിച്ചോളും. അവളല്ലെങ്കിൽ ചുമ്മാ ഇരുന്നും കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കഴിക്കത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എടി നീ ചെടിക്ക് മുഴുവൻ വെള്ളം ഒഴിച്ചോ, ആ സമയത്ത് എനിക്ക് കഴിക്കാൻ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ പാത്രത്തിൽ കൊടുക്കുന്നത് എന്നാന്ന് വെച്ചാൽ ഇത് തീരരുത്, ഈ പണി തീരാൻ പാടില്ല. ഞാൻ കഴിക്കാൻ കൊടുത്ത് തീരുന്നതിനെ വരെ ഈ വെള്ളമൊഴുക്കി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. വലിയ പാത്രത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അവൾ കൊണ്ട് കമത്തും ചെടിയുടെ ചുവട്ടിലോട്ട്. അപ്പോൾ അതാണ് കാര്യം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ ഫ്ലാസ്കിൻ്റെ അടപ്പിലൊക്കെയാണ് ഞാൻ വെള്ളം കൊടുത്തിരിക്കുന്നത് അവൾക്ക് ഒഴിക്കാനായിട്ട്. തീരരുതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. വെള്ളം ഞാൻ കൊണ്ടുവരുന്നത് നോക്കി നിൽക്കുകയാണ്. അടുത്തത് ഏത് ചെടിക്കാണ് ഒഴിക്കുന്നത് നോക്കട്ടെ. ഏത് ചെടിക്കാണ് ഒഴിക്കുന്നത്? ഓ, അതിൻ്റെ മണ്ണൊക്കെ കുത്തി ഇളക്കിയേ. ഓക്കെ. അപ്പോൾ സമയം ഏകദേശം വൈകുന്നേരം ഒരു 5 മണി 5:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു താഴെ ഇറങ്ങി നിൽക്കാം. അച്ഛ ഏകദേശം എത്താറായി എന്ന് പറയുകയും ചെയ്തു കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ ഓർത്ത് താഴെ ഇറങ്ങി നിൽക്കുവാണെങ്കിൽ വരുമ്പോൾ ഗേറ്റ് തുറന്ന് കൊടുക്കാമല്ലോ, അല്ലെങ്കിൽ പിന്നെ അച്ഛൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഗേറ്റ് തുറന്ന് വീണ്ടും വണ്ടിയിൽ കയറി അങ്ങനെ വരണമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ സമയത്തിന് ഇവിടെ ഇരുന്ന് കാടൊക്കെ പറിക്കാം, കുറച്ച് വൃത്തിയാക്കാൻ സാധനം. ഇത് അച്ഛൻ ചെയ്യുന്ന പണിയാണ്. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇത് അവളും കൂടെ ഉണ്ട് കേട്ടോ, കാട് പറിക്കാനും പരിപാടിക്കുമൊക്കെ. അപ്പം ഇവിടെ ഇരിക്കുവാണെങ്കിൽ വണ്ടി വരുന്ന സൗണ്ട് കേൾക്കുമ്പോൾ പോയി തുറന്നാൽ മതിയല്ലോ നോർത്തുകൊണ്ടാണ് എന്നെ ഒരു 10-15 മിനിറ്റ് മുന്നേ വിളിച്ചതാണ്. ഞാൻ കട്ടപ്പന എത്താറായി എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പം വിളിച്ചിട്ട് അരമണിക്കൂറായി, ഇതുവരെ ആളെത്തിയിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ ഇവളും കൂടെ പോസ്റ്റ് അടിച്ച് നിൽക്കുകയാണ്. നേരത്തെ കാട് പറിക്കുവാണെങ്കിൽ മുറ്റുമെങ്കിലും വൃത്തിയായിട്ട് കിടക്കുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു റോസ് നിൽപ്പുണ്ട് കേട്ടോ. ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് ഇതിൽ നിന്നൊരു പൂ വേണം, അത് മസ്റ്റാണ്. ഇപ്പോൾ അകന്നകന്ന് പോകുന്നതോടെ നമുക്ക് പറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം അറച്ചു മുള്ളല്ലേ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിലെല്ലാം മുള്ള് കയറി. പക്ഷെ അവൾക്ക് വേണമെന്ന് വാശി പിടിച്ചതുകൊണ്ട് ഞാനത് പറിച്ചു കൊടുത്തു കേട്ടോ. ഒരെണ്ണം പോരാ, അവൾക്ക് 2 കയ്യിലും വേണം. അതാണ് എന്ത് സാധനമാണെങ്കിലും 2 കയ്യിലും വേണം. ഞാൻ ക്യാമറയൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചു. അച്ഛൻ വരുമ്പോൾ ഇവളുടെ ആ ഒരു റിയാക്ഷൻ കുറേ നേരമായല്ലോ കണ്ടിട്ട്, കാണാതിരുന്നത് കാണുമ്പോഴത്തെ ആ ഒരു റിയാക്ഷൻ എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ പുല്ലിൻ്റെ അകത്തൊക്കെയാണ് കേട്ടോ ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. കുറച്ച് നേരമായി കട്ട് ചെയ്ത് ഞാൻ എടുക്കുവാണ്. ഞാൻ ക്യാമറ സെറ്റ് ചെയ്ത് വെച്ച് വീഡിയോ എടുക്കും, അച്ഛൻ വരില്ല, ഞാൻ കട്ട് ചെയ്യും, വീണ്ടും സെറ്റ് ചെയ്യും, അച്ഛൻ വരില്ല, ഞാൻ വീണ്ടും ഡിലീറ്റ് ചെയ്യും. അങ്ങനെ പിന്നെ സെറ്റ് ചെയ്ത് ഇപ്പോൾ ഫൈനലി ഏകദേശം വരും എന്നുള്ള പ്രതീക്ഷയിൽ ഞാനവിടെ നിൽക്കുകയാണ്. അതിൻ്റെ അവളെ ഞാൻ വിളിച്ചുകൊണ്ട് അടുത്ത് നിർത്തും കേട്ടോ, അവളുടെ എക്സ്പ്രഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ അവിടെ അവൾ വരുന്നുണ്ട്. ഓക്കെ അവൾ കയറിപ്പോൾ, അവൾക്ക് നോക്കി നിൽക്കാനൊന്നും വൈകുന്നുകൊണ്ട് അവൾ കയറിപ്പോയി. എത്തിയിട്ടുണ്ട്. കാവിൽ പോയതാണ് കേട്ടോ. അതായത് അവൾ വന്നിട്ട് അവൾ നിൽക്കുന്നതിന് മുന്നേ വിട്ടുപോയ ആളാണ്. ഓടരുത്. വണ്ടി നിർത്തിയിട്ട് വണ്ടി എടുക്കല്ലേ. ഏതാണ്ടൊക്കെ തപ്പിപ്പെറുക്കുന്നു. അപ്പം കിട്ടിയോ? ഇനി അമ്മേനെ വേണ്ടല്ലോ അല്ലേ? അമ്മേനെ വേണോ? അമ്മേനെ വേണോ? ഇനി എൻ്റെ നോക്ക് മൈൻഡ് പോലും ഇല്ല. ഒരു സാധനം മേടിച്ചെന്നാ കുട്ടിക്ക്, അതെന്നാ നോക്കി. വലിയ സാധനമാ? ഡിക്കിയോ? ഇതിനകത്തോ? ഇതോ? അല്ല മേടിച്ചു തന്നായിരിക്കും. പിന്നെ അയ്യോ നല്ല കണ്ടേ പിടിച്ച് നോക്കി പിടിച്ച്. അച്ചോടാ. ഓ അല്ല, ഇത് വലുതാണ്. ആണോ? രണ്ട് വലുപ്പമാണോ? അതിനെ കുട്ടിക്കണോ ചെറുത്? പറിച്ചോട്ട് പോലെ കുഞ്ഞ്. ഇത് എവിടുന്ന? ഇത് അവിടെ ഗാന്ധിപ്പള്ളി നല്ലതാണോ? അപ്പൊ പിന്നെ ഇനി എന്നാ വേണം? അന്നമേറ്റാണോ?
കൂടിയതാ അച്ഛനെ പുച്ഛന ആ ടുട്ടു പുട്ടു പുട്ടോ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞേ കാക്കയുടെ പുറകെ പോയി കേട്ടോ. ഇത് നമ്മുടെ വർക്ക് ഏരിയ ആണ് കേട്ടോ. ഇത് മുകളിലേക്ക് കാണുന്നത് നമ്മുടെ ടെറസിലേക്ക് കയറി പോകുന്ന ഒരു സ്റ്റെയർ ആണ്. അപ്പം നമ്മൾ ഇപ്പോൾ അടുക്കളയുടെ ഡോറൊക്കെ തുറക്കുവാണെങ്കിൽ അവൾ തന്നെ ഇവിടെ വന്നിരിക്കും കേട്ടോ. കാരണം തൊട്ട് ഓപ്പോസിറ്റ് ഒരു വീടുണ്ട്. അപ്പോൾ അവിടെയുള്ള അവരുമായിട്ട് ഭയങ്കര കമ്പനിയാണ് കേട്ടോ. ഇവിടെ അവിടെ വന്നിട്ട് ചേട്ടായിയേ ചേച്ചി എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് അവരോട് എന്തെങ്കിലുമൊക്കെ വർത്താനം പറയുക, അതൊക്കെയാണ് അവളുടെ മെയിനായിട്ടുള്ള പരിപാടി കേട്ടോ. ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ ചേച്ചിനെയൊക്കെ കണ്ടില്ലെങ്കിൽ അവൾക്ക് ഭയങ്കര വിഷമമാണ്. കാരണം അവൾക്ക് വേറെ കളിക്കാൻ ആളില്ലല്ലോ. അപ്പോൾ ഇവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ രണ്ടുപേർക്ക് ആദ്യമൊന്നും മനസ്സിലാവില്ലായിരുന്നു ഭാഷ അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷേ ഇപ്പോൾ എന്തൊക്കെയോ അവർ സംസാരിക്കും, മനസ്സിലായില്ലെങ്കിൽ എന്തൊക്കെയോ. അപ്പോൾ അവളൊരുമാതിരി അത്യാവശ്യം സംസാരിക്കും കേട്ടോ. അത്യാവശ്യം ചായ കുടിച്ചോ കാപ്പി കുടിച്ചോ അമ്മാവൻ കഴിച്ചോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവൾ ചോദിക്കും കേട്ടോ. അത്രയും പറഞ്ഞാൽ നന്നായിട്ട് മനസ്സിലാവും. ചില കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് മനസ്സിലാവും. ചിലപ്പോൾ അവൾ മനഃപൂർവ്വം ഇങ്ങനെ മനസ്സിലാവാത്ത പോലെ സംസാരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നിരുന്ന് കുറച്ച് നേരം വർത്താനം പറയുക എന്നുള്ളത് ഞങ്ങളുടെ മെയിനായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു, കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇവള് പറയും കേട്ടോ അവിടെ നിന്നിട്ട്, ചേച്ചി എന്നെ എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കും കേട്ടോ. അപ്പോൾ ആ ചേച്ചിക്ക് ഒന്നാമത് വയ്യാത്തയാണ്. അപ്പോൾ കയ്യൊന്നും വയ്യ. അപ്പം ഇവളെ എടുക്കാനൊന്നും അങ്ങനെ പറ്റത്തില്ല. എന്നാലും അടുത്ത് കാണുമ്പോൾ എടുക്കും കേട്ടോ. പക്ഷേ ഇപ്പം നമ്മളിവിടെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ തൊട്ടടുത്താണ് വീട്. പക്ഷേ നമുക്ക് അവരുടെ വീട്ടിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ വളഞ്ഞ് ചുറ്റിയൊക്കെ ചെല്ലണം കേട്ടോ. അപ്പോൾ അതാണ് ഇവിടെ നിന്നുള്ള ഈ ഒരു സംസാരം. ഹലോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ചെറിയ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തു കേട്ടോ. നിങ്ങൾ എന്തിനാണ് ഇത് റിയാക്ഷൻ ചെയ്യുന്നത്, അങ്ങനെ പലരും പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്കെന്താ പ്രശ്നം, ശരിയാണ്. പക്ഷെ നമ്മളെ കുറേ പറയുമ്പോൾ നമുക്ക് ദേഷ്യം വരും. നമ്മൾ മനുഷ്യരല്ലേ. അപ്പോൾ ശരി, നമ്മൾ പറയുന്നവർ പറയട്ടെ, നമുക്ക് കുഴപ്പമില്ല. എന്നാലും ദേഷ്യം വരുമ്പോഴാണ് നമ്മളതിന് റിയാക്ട് ചെയ്യുന്നത് കേട്ടോ. അത് ഒത്തിരി പേര് എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഭയങ്കര സന്തോഷം. ഞാൻ വിചാരിച്ചു കുറേ അധികം നെഗറ്റീവ് വരുമെന്ന്. ഇല്ല, നോർമലായിട്ട് നമുക്ക് നമ്മളെ ഇങ്ങനെ ചൊറിയുന്നവർ മാത്രമേ നമ്മൾ ചൊറിഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് ബാക്കി എല്ലാവരും നല്ല രീതിക്കാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ എല്ലാവർക്കും ടാറ്റാ, ബൈ.